ഞങ്ങൾക്കൊരു ഗതിയില്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞു പൈതലിനെ രാത്രിയിലെ ആശുപത്രിന്റെ മുമ്പിൽ നിൽക്കണത്. യാതൊരു ഗതിയില്ല. എല്ലാവരും എൻ്റെ കുട്ടീനെ രക്ഷപ്പെടുത്തി തരണ ഒരു ഗതിയില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ കുഞ്ഞ് മരണത്തിലേക്ക് പോകുന്ന വാർത്ത നാം കേൾക്കേണ്ടി വരും. ഈ ഒരു കുടുംബം നെഞ്ചുപൊട്ടുന്ന വേദനയോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ ഒരു സർജറിക്ക് ആവശ്യമായ തുക ലഭിക്കാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. ഈ പൊന്നു മോന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. ഈ പൊന്നു മോന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥനയോടുകൂടി കാരുണ്യപരമായിട്ടുള്ള സഹായം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണേ. വളരെ ദയനീയമായ അതീവ ഗുരുതര അവസ്ഥയിലാണ് ഈ പൊന്നു മോൻ. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ പൊന്നു മോന്റെ ജീവൻ നിലച്ചു പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും. ഈ കുടുംബത്തിന്റെ സങ്കടം, ഈ കുടുംബത്തിന്റെ വേദന, ഈ പൊന്നു മോന്റെ വേദനയുള്ള ഈ ഒരു സാഹചര്യം നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവരെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ പൊന്നു മോനെ സഹായിക്കണം. ഈ രാത്രി ഞങ്ങൾക്കൊരു നിർവാഹമില്ലാത്ത കാരണം ഇവിടെ വന്ന് നിൽക്കുന്നത്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കുട്ടീനെ രക്ഷപ്പെടുത്തി തരണം. എൻ്റെ മോനെ രക്ഷിച്ചു തന്നാൽ മതി. ഒന്നും ഉണ്ടാവില്ല, നീ എന്നെ സങ്കടപ്പെടുന്നേ. ഒന്നും ഉണ്ടാവില്ല, മോനിക്ക് ഒന്നും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം കേട്ടാ. സങ്കടപ്പെടാതിരിക്കും മോളെ, സങ്കടപ്പെടാതിരിക്കേ. എത്രയും പെട്ടെന്ന് ഇതിനാവശ്യമായ തുക നമുക്ക് സമാഹരിക്കാൻ സാധിക്കും കേട്ടാ. മോള് സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടാതിരിക്കും. മോള് സങ്കടപ്പെടുന്നതിന് എല്ലാവരും സങ്കടപ്പെടൂലേ. ഇതെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമ്മളൊക്കെ ഇല്ലേ. ഈ കുഞ്ഞിന്റെ കൊച്ചു സഹോദരിയായ ഉമ്മ തന്നെയാണ് ലിവർ നൽകുന്നത്. ഈ കൊച്ചു സഹോദരി പറഞ്ഞൊരു വാക്ക്, എൻ്റെ മോന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ പിതാവ് എന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്ക് വേറെ യാതൊരു മാർഗവുമില്ല, മരുന്ന് വാങ്ങാനും പോലും ഒരു സാഹചര്യമില്ലാത്ത നിലയിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. എൻ്റെ മോനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി. ഈ കുഞ്ഞു വാവയുടെ സർജറിക്ക് ആവശ്യമായ തുക പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഈ കുടുംബം ഹോസ്പിറ്റലിൽ നിന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ കമ്പളക്കാട് പ്രദേശത്ത് താമസിക്കുന്ന 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു വാവ ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലാണ്. നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ഈ ഒരു കുടുംബം ഈ ഒരു അർദ്ധരാത്രി നിങ്ങളുടെ മുന്നിലേക്ക് സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഇതിനു മുന്നേ ഈ കുഞ്ഞു വാവയുടെ സഹായ അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥന ഞാൻ വന്നതായിരുന്നു. ആവശ്യമായ തുക ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അർദ്ധരാത്രി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു സഹായ അഭ്യർത്ഥന വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സർജറി നടക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തുക ലഭിക്കാത്തത് കൊണ്ട് ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഞങ്ങളുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കാർക്കും സഹിക്കാൻ സാധിക്കില്ല. പിന്നീട് ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ മകനെ ജീവനോടെ തിരിച്ചു ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ഈ ഒരു കുടുംബം കരഞ്ഞുകൊണ്ട് വളരെ വിങ്ങലോടുകൂടി വളരെ വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥന വന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്ന് പടച്ചവൻ ബന്ധത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാൻ